നോമ്പിൻ്റെ 36-ാം ദിവസമായ ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 35-ാം അധ്യായം 10-ാം തിരുവചനം. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ ആത്മധൈര്യം നശിപ്പിച്ചു കളയാതെ അതിന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ പറ്റിയാണ്. പൗലോസ്ലീഹ ഈ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആത്മധൈര്യം. ജീവിത വെല്ലുവിളികളെ ആത്മസംയമനത്തോടെ നേരിടുന്നതിന് ആത്മധൈര്യം അത്യാവശ്യമാണ്. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ, സാമ്പത്തിക പരാധീനത, കുടുംബത്തകർച്ച, മാറാവ്യാധികൾ, പരസ്യമായ അവഹേളനം ഇവയെല്ലാം ആത്മധൈര്യം നഷ്ടപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഈ തകർച്ചകളിൽ നിന്നെല്ലാം നമ്മെ കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ ആത്മധൈര്യമാണ്. ഈ ആത്മധൈര്യം നമ്മൾ നശിപ്പിച്ചു കളയാതിരിക്കട്ടെ എന്ന് അതിനുവേണ്ടി നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. ഉപവാസം, പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ ഇവയെല്ലാം ഇവ നിരന്തരം നിത്യവിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ജീവിത ക്ലേശങ്ങളിൽ മുഴുകി പ്രത്യാശയില്ലാതെ ജീവിക്കുന്നവരെ നാം കൈപിടിച്ചുയർത്തണം. അവരെയും ആത്മധൈര്യം പകർന്ന് പ്രത്യാശയുടെ വഴിയിലൂടെ നയിക്കാം. ആത്മധൈര്യം ഇല്ലാത്തവരാണ് കൂടുതൽ വിപത്തുകളിൽ ചെന്ന് വീഴുന്നത്. നിരന്തരമായ പ്രാർത്ഥന ഇതിൽ നിന്നെല്ലാം പിന്മാറാൻ നമ്മെ സഹായിക്കും. നമുക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ദൈവസന്നിധിയിൽ വളരെ വലുതാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട് ആത്മധൈര്യമില്ലാതെ ജീവിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ. കാരുണ്യവാനായ ദൈവം ഈ നോമ്പ് കാലത്ത് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.